അപ്പം അതിൽ നിന്ന് ഞങ്ങൾ ഈ പറയുന്ന പോലെ കുട്ടികളെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ മന്ത്ലി ടെസ്റ്റ് വെച്ച് അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ സ്പെഷ്യൽ ട്യൂഷൻസും ഏർപ്പാട് ചെയ്തു. ഫോർട്ട്-കൊച്ചിയിലെ ജനതാ ട്യൂട്ടോറിയലിലെ ശിവമാഷ് വിളിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് സ്പെഷ്യൽ ട്യൂഷനെല്ലാം കൊടുത്തതിന് ശേഷം ആ വർഷം 65% വിജയം നമുക്ക് കിട്ടി. അതിന് മുമ്പ് വരെ ഈ മനോരമക്കാരന് ഒരാടിനെയോ പശുവിനെയോ അടിച്ച് റോഡിൽ നിന്നും നമ്മുടെ ഗ്രൗണ്ടിലേക്ക് വിടും. അത് വിട്ടിട്ട് അത് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോ എടുത്ത് അതിൻ്റെ തലയിലൊരു റൗണ്ട് എഴുതിയിട്ട് ഹാജിസ സ്കൂളിൻ്റെ 10ാം ക്ലാസ് റിസൾട്ട് എന്ന് കാണിക്കുമായിരുന്നു. നമ്മളീ പ്രവർത്തനത്തിന് 65% വിജയം കിട്ടി. അത് മനോരമക്കാരൻ പ്രസിദ്ധീകരിച്ചില്ല. വീണ്ടും അവരെ നേരെ ചെന്ന് കണ്ട് സംസാരിച്ചു. പിറ്റേ ദിവസം ഒരു കോളത്തിൽ ഹാജിസ സ്കൂളിൻ്റെ വിജയം ഇത്തവണ 65% എന്ന് പത്രത്തിൽ വരികയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഈ ജീവിതത്തോട് മല്ലിടുന്ന ആളുകളാണല്ലോ. കാരണം നമുക്ക് ജോലിക്ക് പോകണം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതിൻ്റെ പേരിൽ സ്കൂളൊരു നല്ല രീതിയിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ പിന്മാറി നിന്നു. അപ്പോൾ നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാം, ഹാജിസ സ്കൂളിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ആദ്യമായി യൂണിഫോം സമ്പ്രദായം യൂണിഫോം കൊണ്ടുവന്നത്. അപ്പോൾ 2ാം ഘട്ടം എന്ന് പറഞ്ഞാൽ 2020 ആ കാലഘട്ടം. ആ സമയം